പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം. പൗത്രൻ സീരിയലിൽ ഒരു പുതിയ സ്ത്രീ കഥാപാത്രം കൂടി എത്തുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴി അറിയാനായിട്ട് പറ്റും. എന്തായാലും ഇന്നത്തെ കഥയിലേക്ക് പോകാം. നമ്മുടെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് തുണിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് വിനായകൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇത് വിനായകൻ്റെ വീടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ. എന്താ കാര്യം? അദ്ദേഹം എനിക്കൊരു വീട് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു വാടകയ്ക്ക്. അപ്പം അതറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ വിനായകൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ പെൺകുച്ച് വിനായകന് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ടേ. അപ്പം നന്ദിനിയെ പേടിച്ചിട്ട് വിനായകൻ നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അപ്പോൾ ആ കൊച്ചു ചോദിക്കുന്നുണ്ട്, എനിക്ക് പുതിയ വീട് വാടകയ്ക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞില്ല, അത് ഏതായിരുന്നു? അത് ആ വീടാണ് കുട്ടി, അങ്ങോട്ടേക്ക് പൊയ്ക്കോളൂ, ഞാനിപ്പോൾ വന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുകയാണ്. അങ്ങനെ നന്ദിനിയടുത്ത് പറയുന്നുണ്ട്, എടി ആ പുതിയ വീട്ടിൽ വാടകയ്ക്ക് വന്ന കൊച്ചാണ്, ഞാൻ എല്ലാം പോയി അറേഞ്ച് ചെയ്ത് കൊടുത്ത് കമ്മീഷനൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിനായകൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കമലാമ്മ ചോദിക്കുന്നുണ്ട്, നന്ദിനി അത് ആരാ ആ കുട്ടി? അതമ്മ ആ പുതിയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ്, കണ്ടിട്ട് അത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല. എന്താ നന്ദിനി ഇത്? ആദ്യം തന്നെ ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അല്ലമ്മേ, ആ പെൺകുച്ചി വിനായകേട്ടന് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കാൻ നോക്കി. വിനായകേട്ടൻ ഒരു മാന്യനായതുകൊണ്ട് നമസ്കാരം പറഞ്ഞങ്ങ് നിർത്തി. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് നന്ദിനിയടുത്ത് പേടിച്ചിട്ടായിരിക്കും. ആ സമയത്ത് വിക്രമാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, സർക്കിട്ടിന് ഇറങ്ങിയോ സാർ? ഇനി എപ്പോഴായിരിക്കും തിരിച്ചു കയറി വരുന്നത്? ആ സമയം നമ്മുടെ വിനായകൻ വിക്രത്തെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ ഇപ്പോൾ ഫ്രീ ആണോ? നീ ഇവിടെ വാടകയ്ക്ക് വന്ന കൊച്ചിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി കൊടുക്കണോടാ, നീ ഒന്ന് സഹായിക്കുക. അപ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ടും വിക്രം പോയിട്ട് ആ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ അത്ര മൈൻഡ് ഒന്നും ചെയ്യാതെ അവിടെ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുക. അപ്പം വിക്രം ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ വലിയ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. സോറി കേട്ടോ, ഞാൻ മെസ്സേജ് നോക്കിക്കൊണ്ട് നിന്നതാണ്. എത്രയായി കൂലി എന്ന് പറയാമോ? കൂലിയോ? അല്ല, വിനായകേട്ടൻ പറഞ്ഞത് കൂലിക്ക് ആളെ വിടാമെന്നാണ്. എന്നാൽ പിന്നെ ആ കൂലിയൊക്കെ അയാളോട് അങ്ങ് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോവുകയാണ്. അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു തോട്ടിൻ്റെ കരയിലിരുന്ന് കൂട്ടുകാരുമായിട്ടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ രാധ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രാധ ചോദിക്കുന്നുണ്ട്, അല്ല വിക്രമേട്ടാ, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്? എന്തേ, നിങ്ങൾക്കിപ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയോ? അതോ പറഞ്ഞതെല്ലാം മറന്നുപോയോ? അതൊക്കെ ഞാൻ നിന്നോടൊരു നുണ പറഞ്ഞതാ രാധ, എൻ്റെ സൗകര്യം കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, വേദയല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി ഇല്ലയെന്ന്. എന്നോട് എന്തെങ്കിലും നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊള്ളാനും പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ. പിന്നെ എന്തിനാ എൻ്റെ സമാധാനം കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നത്? ഇനി ഈ രീതിയിലാണ് നീ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പെരുമാറ്റവും ഭയങ്കര മോശമായിരിക്കും. നിങ്ങൾ ഇതിനെല്ലാം അനുഭവിക്കും വിക്രമേട്ട. പിന്നെ നിങ്ങളും അവളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. ശരി, എന്ത് വന്നാലും ഞാൻ അങ്ങ് അനുഭവിച്ചോളാം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യുക. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രാധ സങ്കടപ്പെട്ട് കരഞ്ഞ ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണേ. അപ്പോഴേക്കും നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, രാധ ചുമ്മാ അതൊന്നും ഇരിക്കത്തില്ല, അവൾ എന്തെങ്കിലും ചെയ്യും. അവൾ എന്ത് ചെയ്യാനാടാ? അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല. നീ അവളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടേ അവൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലേ നിന്നെ പോലീസ് പൊക്കിക്കൊണ്ട് പോകും. പിന്നെ നീ തെളിയിക്കേണ്ടി വരും അവളെ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ഞാൻ ഇതുവരെ ഒരു സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നലും ഇല്ല. പിന്നെ എന്താടാ വിക്രം നിന്നെ ഇങ്ങനെ പെൺശാപം ചുറ്റിത്തിരിയുന്നത്? പെൺശാപോ? നീയൊക്കെ എന്താ ഈ പറയുന്നത്? പിന്നെ അല്ലാതെ പെറ്റിട്ടപ്പം തൊട്ട് നിന്നെ പ്രേമിക്കുന്ന രാധ നിന്നെ ശപിക്കത്തില്ലേ? നീ ബലം പ്രയോഗിച്ച് കെട്ടിയ വേദം നിന്നെ അനുഗ്രഹിക്കുകയാണോ ചെയ്യുന്നത്? പെൺശാപം കൊണ്ടേ പോകുന്നാ പഴമക്കാരൊക്കെ പറയുന്നത്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഈ രണ്ട് പെണ്ണുങ്ങളും കൂടി നിന്നെ കുടുക്കും, അത്ര തന്നെ. അങ്ങനെ നമ്മുടെ വിക്രം ഇതൊക്കെ കേട്ടിട്ട് നേരെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ശ്രീനിവാസ് സാറിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാർ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ ഇതിനകത്തൊക്കെ വിശ്വാസം ഉണ്ടോ വിക്രം? താൻ എന്തിനാ ഇപ്പോൾ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ടെൻഷനൊന്നുമില്ല സാർ, എന്നാലും എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടിയില്ലാതില്ല. എന്നാൽ തൻ്റെ ടെൻഷനെല്ലാം ഉത്തരം തരാൻ പറ്റുന്ന ഒരാളിവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീനിവാസ് സാറിൻ്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുധാമ വന്നിട്ടുണ്ടായിരുന്നോ സാർ? അവൾ എത്തിയിട്ടുണ്ട്. നിന്റെ സംശയമെല്ലാം ഇവളോട് ചോദിച്ചാൽ മതി, ഇവള് തീർത്ത് തരുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ശ്രീനിവാസ് സാറിൻ്റെ ഭാര്യയായിട്ട് വിക്രം കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസ് സാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവനിപ്പോൾ ഒരു ടെൻഷനുണ്ട്, ഇവനെ പെൺശാപം ചുറ്റിപ്പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം നീ പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇവൻ ഒരു പെൺകുച്ചിനെ താലി കെട്ടിയിട്ട് ആ പെൺകുച്ചി ഇപ്പോൾ ഇവൻ്റെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നതെന്നുള്ളത്? പറഞ്ഞിരുന്നു. ജാതകമൊന്നും നോക്കാതെ കല്യാണം കഴിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ചില കൂറുകാർ തങ്ങളിൽ ചേർന്നാലുണ്ടല്ലോ മരണം വരെ സംഭവിക്കാമെന്നാണ് ജ്യോത്സ്യന്മാരെല്ലാം പറയുന്നത്. അപ്പോൾ ശ്രീനിവാസ് സാർ ഇത് കേട്ടിട്ട് ഇങ്ങനെ ഭാര്യനെ കളിയാക്കുന്നുണ്ട്. അപ്പം ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട, നെയ്യാറ്റിൻകര നാരായണസ്വാമി പറയുന്നതെല്ലാം അച്ചട്ടായിട്ട് സംഭവിക്കാറില്ലേ? എന്നാ നീ ആ നാരായണസ്വാമിയെ പറ്റിയിട്ട് ഇവനോടൊന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ സാർ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യ ഇങ്ങനെ വിക്രമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വിക്രം, നമുക്കെതിരെ ആരെങ്കിലും ദുർമന്ത്രവാദമൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അതെല്ലാം നമുക്ക് തന്നെ ഫലിക്കും. ചേച്ചി, എനിക്ക് ദുർമന്ത്രവാദത്തിലൊന്നും വിശ്വാസമില്ല. എന്നാ നീ വിശ്വസിക്കേണ്ട, നെഗറ്റിവിറ്റിയിലും പോസിറ്റിവിറ്റിയിലും എന്തായാലും വിശ്വാസം ഉണ്ടാവുമല്ലോ. അതെന്തായാലും ഉണ്ട്. എന്നാ നീ ഉറപ്പായിട്ട് നെയ്യാറ്റിൻകര നാരായണസ്വാമിയെ കാണാൻ പോകണം.
അദ്ദേഹം നീ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ ജോത്സ്യനൊന്നും അല്ല. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണ്. മനുഷ്യൻ്റെ ഓറയെ പറ്റിയിട്ടാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും അച്ചട്ടായിട്ട് സംഭവിക്കും. ശ്രീനിയേട്ടനും അത് വിശ്വാസമാണ്. പല സൂപ്പർ സ്റ്റാറുകളും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാറുണ്ടെന്നേ. നീ എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പോകണം. നീ ഒന്നും ചെയ്യണ്ട, നീ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അച്ഛമ്മേനെയാണ്. അച്ഛമ്മ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് തറവാട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്. ആ സമയത്താണ് പുതിയ വീട്ടിൽ താമസിക്കാൻ വന്ന പെൺകുട്ടി കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ വന്നിട്ട് എല്ലാവരും പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി അങ്ങ് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളുടെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ വേദയെടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ ആ പെങ്കുച്ചിനെ കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പോൾ കമലാമ്മയും പറയുന്നുണ്ട്, ആദ്യമായിട്ട് കണ്ടതല്ലേ ഉള്ളൂ അമ്മേ. ആ ശരി, നമുക്ക് നോക്കാമെന്നിങ്ങനെ അച്ഛമ്മ പറഞ്ഞിട്ട് അച്ഛമ്മ ഇറങ്ങുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്